സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നാളെ അക്ഷയ തൃതീയാണ് അല്ലെ? അപ്പൊ 2025 അക്ഷയ തൃതീയ വരുന്നത് ഏപ്രിൽ 30-ാം തീയതിയാണ്. ആദ്യമേ തന്നെ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് അക്ഷയ തൃതീയ വിഷസ്. അപ്പോൾ എന്താണ് അക്ഷയ തൃതീയ എന്നും അക്ഷയ തൃതീയയെ സംബന്ധിച്ച് ഒരു 2-3 കഥകളുമാണ് ഇനി ഈ വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന കാര്യമാണ് അല്ലേ, അക്ഷയ തൃതീയ സമയത്ത് നമ്മൾ സ്വർണം വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി സ്വർണം വരുമെന്നൊക്കെ. പക്ഷെ ആ കഥകളൊക്കെ തെറ്റാണ് കേട്ടോ. അപ്പോൾ അതിനെ സംബന്ധിച്ച് അക്ഷയ തൃതീയയെ സംബന്ധിച്ചുള്ള കുറച്ച് കഥകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അക്ഷയ തൃതീയയുടെ ഐതിഹ്യം, മഹാത്മ്യം ഒക്കെ എന്താണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അധികം താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ അക്ഷയ തൃതീയ എന്ന ആ വാക്കിൽ നിന്ന് തുടങ്ങാം. അക്ഷയം എന്ന് വെച്ചാൽ എന്താ? ക്ഷയം ഇല്ലാത്തത്, നാശം ഇല്ലാത്തത് എന്നതാണ്. തൃതീയ എന്ന് വെച്ചാൽ 3 എന്നതാണ്. അതായത് ശുക്ലപക്ഷത്തിലെ 3-ാമത്തെ ദിവസമാണ്, അതായത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3-ാം ദിവസമാണ് അക്ഷയ തൃതീയ നമ്മൾ ആചരിക്കുന്നത്. അതുകൊണ്ടാണ് അക്ഷയ തൃതീയ എന്ന് അതിനൊരു നാമം ലഭിച്ചത്. അപ്പൊ അക്ഷയ തൃതീയ ഉണ്ടാവുന്നത് വൈശാഖ മാസത്തിലാണ്. വൈശാഖ മാസത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ആ മാസത്തിലാണ് ഭഗവാൻ ലക്ഷ്മി നാരായണ സമേതനായ സത്യനാരായണൻ ഭൂമിയിൽ സാന്നിധ്യം അറിയിക്കുന്ന മാസമാണ് വൈശാഖ മാസം. അപ്പൊ വൈശാഖ മാസത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ദയവ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു മാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മാത്രമല്ല അക്ഷയ തൃതീയയില് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് പോലും ഇരട്ടി ഫലമാണ് എന്നാണ് പറയുക. അതായത് നമ്മൾ നല്ല കർമ്മം ചെയ്താൽ അത് തിരിച്ച് നല്ലതായി തന്നെ നമ്മളുടെ അടുത്ത് വരും. മാത്രമല്ല ദുഷ്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് മോശമായ രീതിയിൽ തന്നെ നമ്മളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്നാണ് പറയുന്നത്. ഒരു മിറർ പോലെയാണ് നമുക്ക് അക്ഷയ തൃതീയ ദിവസത്തെ നമുക്ക് കണക്കാക്കാവുന്നത്. മാത്രമല്ല ആ ഒരു ദിവസത്തിന് ദാനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അക്ഷയ തൃതീയയിൽ നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ, സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ അത് ഇരട്ടിയാവും എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ആ ദിവസം എന്ത് ദാനം ചെയ്യുന്നുവോ അത് നമുക്ക് ഇരട്ടിയായി തിരിച്ചു ലഭിക്കും എന്നതാണ്. മൂല്യത്തോടുകൂടി തിരിച്ചു ലഭിക്കും എന്നതാണ് പറയുക. അതിന്റെ മൂല്യത്തോടുകൂടി തിരിച്ചു ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു കഥ പറയാം. ആദിശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. ആദിശങ്കരാചാര്യർ ഒരിക്കല് ഭിക്ഷാടനത്തിനായിട്ട് പോയ സമയത്ത് ഒരു അമ്മയുടെ കുടിലെത്തി കേട്ടോ. ആ അമ്മയാണെങ്കിൽ വളരെയധികം ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു പാവ അമ്മയാണ്. അപ്പൊ വളരെയധികം സത്യസന്ധതയും ആത്മാർത്ഥതയും ദാനശീലയുമായ അമ്മയാണ്. അപ്പോൾ ആ അമ്മയുടെ കുടിലെത്തി ഭിക്ഷാടനത്തിനായിട്ട് ദാനം ചോദിക്കുകയാണ് ആദിശങ്കരാചാര്യൻ. അപ്പൊ ആ ഒരു സമയത്ത് അമ്മയുടെ കുടിലിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അമ്മ അകത്തേക്ക് ചെന്ന് ഒരുപാട് ഇങ്ങനെ തെരഞ്ഞ് തപ്പിയൊക്കെ നോക്കിയ സമയത്ത് ആകെ ഒരു ഉണക്ക നെല്ലിക്ക മാത്രമേ ആ ഒരു കുടിലിൽ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഒട്ടും സങ്കോചപ്പെടാതെ ആ ഒരു ചെറിയ ഉണക്ക നെല്ലിക്ക പോലും ആദിശങ്കരാചാര്യർക്ക് അമ്മ അന്നേ ദിവസം ദാനമായി നൽകുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കണ്ട് സംപ്രീതനായ ആദിശങ്കരാചാര്യർ ഈ നെല്ലിക്കയെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു മന്ത്രം ജപിക്കുകയുണ്ടായി. അത് കനകധാര സ്തോത്രമായിരുന്നു ആ മന്ത്രം. ഈ ഒരു സ്തോത്രം ജപിച്ച ഉടനെ തന്നെ എന്താണ് സംഭവിക്കുന്നത്? ആ അമ്മയുടെ കുടിലിന്റെ മുകളിൽ നിന്ന് നിറയെ എന്താ വീഴുന്നത്? സ്വർണ്ണ നെല്ലിക്കകളാണ് വീഴുന്നത്. അങ്ങനെ ആ അമ്മയ്ക്ക് വലിയ താൻ വിചാരിച്ചതിലപ്പുറം സമ്പൽ സമൃദ്ധി ലഭിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ആ ഒരു ദിവസമാണ് അക്ഷയ തൃതീയ ദിവസമാണ് ആ അമ്മ അത്രയും വലിയൊരു ദാനം ചെയ്തത്. അതായത് ഒന്നുമില്ല, തൻ്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ എങ്കിൽ പോലും ആ ദാനം ചെയ്യാനുള്ള ആ തൻ്റെ മനസ്സാണ് അവിടെ ഏറ്റവും കൂടുതൽ മൂല്യമായിട്ട് ആദിശങ്കരാചാര്യർക്ക് കാണാനിടയുണ്ടായത്. അടുത്ത ഒരു കഥ എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു കഥയാണ്. അതായത് ദ്രൗപദിയും പഞ്ചപാണ്ഡവരും ഭഗവാൻ ശ്രീകൃഷ്ണനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണിത്. ചൂത് കളിക്ക് ശേഷം ചതുരംഗ കളിയിലെ പഞ്ചപാണ്ഡവന്മാരെല്ലാവരും തോറ്റു. ദ്രൗപദിയെ ദാസിയാക്കി. തുടർന്ന് ദ്രൗപദിയുടെ വസ്ത്രാഹരണം നടന്നു അവിടെ. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ എന്താണ് ഒരു വലിയ ശക്തിയാണ് അവിടെ ഭഗവാന്റെ കണ്ടത് അല്ലെ. ആ സഭയിലുള്ള എല്ലാവരുടെയും വസ്ത്രം അഴിഞ്ഞിട്ട് പോലും ദ്രൗപദിക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല എന്ന് മാത്രമല്ല ദ്രൗപദിയുടെ വസ്ത്രം ഒന്ന് ഊരാൻ പോലും ദുശാസനന് സാധിച്ചില്ല എന്നതാണ് അവിടെ നടന്നൊരു വലിയ അത്ഭുതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിനൊക്കെ ശേഷം അവർക്ക് 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവുമാണ് കൊടുത്തിരുന്നത് ശിക്ഷയായിട്ട്. പഞ്ചപാണ്ഡവർക്കും ദ്രൗപദിക്കും കൊടുത്തത് ശിക്ഷ ഇതായിരുന്നു. 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവുമാണ് കൊടുത്തത്. അപ്പൊ അത് പ്രകാരം ഇവര് 12 വർഷത്തെ വനവാസത്തിനായിട്ട് പോകുന്ന സമയത്ത് ഇവരുടെ കൂടെ ഈ ഒരു
ഹസ്തിനാപുരിയിലെ കുറെ മുനിമാരും സന്യാസിമാരൊക്കെ ആരാ യുധിഷ്ഠിരന്റെ കൂടെ പോവാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പൊ യുധിഷ്ഠിരൻ ആകെ സങ്കോചപ്പെട്ടു, എന്താ ചെയ്യുക, ഇവര് വരുന്നുണ്ട് നമ്മളുടെ കൂടെ, വനത്തിൽ വരുന്നുണ്ട്. പക്ഷെ ഇവരെയൊക്കെ പരിപാലിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഇപ്പൊ അവര് നിൽക്കുന്നത്. കാരണം ഒന്നുമില്ല, ഇട്ട വസ്ത്രത്തോടു കൂടിയാണ് ഇവര് വനവാസത്തിനായിട്ട് പോകുന്നത്. കയ്യിലൊന്നും എടുക്കാനോ ഒന്നും പാടില്ല. അപ്പൊ ഇത്രയും പേരൊക്കെ എങ്ങനെ അവര് പരിപാലിച്ച് കൊണ്ടുവരിക എന്നുള്ളൊരു ചിന്ത അവർക്ക് ഭയങ്കരമായിട്ട് യുധിഷ്ഠിരനെ എന്താ പറയാ അലട്ടി, മനസ്സിനെ ഒരുപാട് അലട്ടി. അങ്ങനെ ഒരു ദിവസം ഭഗവാൻ സൂര്യനാരായണനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സൂര്യ നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭഗവാൻ സൂര്യദേവൻ പ്രത്യക്ഷനാവുകയാണ്. അപ്പോൾ ഇതിനൊരു വലിയ ഉപായം തന്നെ കൊടുക്കുകയാണ് യുധിഷ്ഠിരന്. അപ്പൊ എന്താണ്, സൂര്യഭഗവാൻ വലിയൊരു സമ്മാനം കൊടുക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അക്ഷയ പാത്രമാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ പാത്രം ഒരു വിശിഷ്ടമായ പാത്രമാണ് എന്ന് പറഞ്ഞിട്ട് യുധിഷ്ഠിരനെ കൊടുക്കുന്നുണ്ട്. ഇതിൽ എന്ത് ഭക്ഷണം വേണമെങ്കിലും ഇഷ്ടംപോലെ ഭക്ഷണങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്രൗപദി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ പിന്നീട് ഭക്ഷണം ഉണ്ടാവില്ല എന്നതായിരുന്നു ആ പാത്രത്തിന്റെ ഒരു സവിശേഷത. അത് തന്നെയായിരുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് സൂര്യനാരായണൻ പറയുന്നുണ്ട്, ഇത് നീ ദ്രൗപദിക്ക് കൊടുക്കൂ, എല്ലാവർക്കും ഭക്ഷണം ദാനമായി നൽകുന്നതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ പുണ്യം വർദ്ധിപ്പിക്കാനാവട്ടെ എന്നാണ് ഭഗവാൻ സൂര്യനാരായണൻ യുധിഷ്ഠിരനോട് പറയുന്നത്. അപ്പൊ വളരെയധികം സന്തോഷമായി യുധിഷ്ഠിരന്. ആ പാത്രം വാങ്ങിയിട്ട് അദ്ദേഹം ആ പാത്രം വളരെയധികം ഇതോടുകൂടി, അതായത് ഭയങ്കര സന്തോഷത്തോടു കൂടി അത് വാങ്ങിയിട്ട് അദ്ദേഹം ആ പാത്രം ദ്രൗപദിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ദ്രൗപദിക്ക് അത് അത്യാവശ്യം തന്നെയായിരുന്നു. കാരണം വൃഗോദരൻ കൂടെ ഉണ്ട്. എത്ര ഭക്ഷണം കഴിച്ചാലും മതിയാവാത്ത ആളാണ് നമ്മുടെ ഭീമസേനൻ. മാത്രമല്ല ഇത്രയും മുനിമാര് കൂടെ വരുന്നുണ്ട്, വലിയ വലിയ മുനിമാരും ശിഷ്യന്മാരൊക്കെ കൂടെ ഉണ്ട്. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ സൽക്കർമ്മമാണ്. അപ്പൊ അത് ചെയ്യാനുള്ള ഭാഗ്യമാണ് ദ്രൗപദിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ ദിവസവും ഇവര് കാട്ടില് വളരെ വലിയ വനത്തിനകത്ത് നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ എല്ലാ മുനിമാർക്കും നൽകാറുണ്ടായിരുന്നു. അങ്ങനെ ഈ വാർത്ത ഹസ്തിനാപുരിയിൽ എത്താണ്, ദുര്യോധനാദികളുടെ കാതുകളിൽ ഈ വാർത്ത എത്താണ്. ഇവർക്ക് ഇങ്ങനെ ഒരു വിശിഷ്ടമായ പാത്രം ലഭിച്ചിട്ടുണ്ട് സൂര്യനാരായണന്റെ കയ്യിൽ നിന്ന്, ഭഗവാൻ സൂര്യദേവന്റെ കയ്യിൽ നിന്ന് ഇത്രയും വിശിഷ്ടമായ ഒരു പാത്രം ലഭിച്ചിട്ടുണ്ട്. അത് പ്രകാരം ഇവരെല്ലാവർക്കും വനത്തിന് വിഭവ സമൃദ്ധമായ ഭക്ഷണം സദ്യ തന്നെ ഒരുക്കുകയാണ്. അപ്പൊ അവർക്ക് വനത്തിനായാലും അവർക്ക് സുഖമാണ് എന്നുള്ളൊരു വാർത്ത ആരുടെ കാതുകളിൽ എത്താണ്, ദുര്യോധനാദികളുടെ കാതുകളിൽ എത്തുകയാണ്. ഇത് കേൾക്കുന്ന ദുര്യോധനാദികൾക്ക് ഭയങ്കര അസ്വസ്ഥത വരികയാണ്. എപ്പോഴും അത് അങ്ങനെയാണല്ലോ അല്ലെ. അതായത് പാണ്ഡവരെ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുകയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദുര്യോധനാദികൾക്ക് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു അസ്വസ്ഥതയായി ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ. അവരവരുടെ ശ്രേഷ്ഠത ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്കത് വല്ലാത്ത ബുദ്ധിമുട്ടായി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വലിയ സന്ദർഭം ഇവർക്കിടയിൽ വീണ് കിട്ടുന്നത്. അതായത് ഹസ്തിനാപുരിയില് ദുർവാസാവും മുനിയും ശിഷ്യന്മാരും ആഗമനം ഉണ്ട് എന്നുള്ളൊരു വാർത്ത അറിയണ്ടായി. അപ്പൊ ദുര്യോധനന്റെ മനസ്സിൽ ശകുനിയും അവിടെ തന്ത്രങ്ങൾ മെനഞ്ഞു കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ ദുര്യോധനനും ശകുനിയും കൂടെ തന്ത്രങ്ങൾ മെനയാണ്. അപ്പോൾ ദുർവാസാവും മുനി വന്നു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കണം. കാരണം അദ്ദേഹത്തിനൊരു കാര്യമുണ്ട്, അദ്ദേഹം വേഗം ദേഷ്യപ്പെടുന്ന ഒരു ആളാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് കോപം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മൂക്കിന്റെ അറ്റത്താണ് നിൽക്കുന്നത്. അപ്പോൾ ദുർവാസാവ് മുനി ഹസ്തിനാപുരിയിലേക്ക് വരുമ്പോൾ ഭയങ്കര വിപുലമായിട്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തെ നമ്മൾ നന്നായിട്ട് തന്നെ നോക്കണം. എന്നിട്ട് അദ്ദേഹം തിരികെ പോകുന്ന സമയത്ത് നമുക്കൊരു കാര്യം അവതരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരു പദ്ധതി ഇടുകയാണ്. അങ്ങനെ ദുർവാസാവ് മുനി ഹസ്തിനാപുരിയിലേക്ക് എത്തുകയാണ്. വളരെ വിശിഷ്ടമായ രീതിയിൽ തന്നെയാണ് ദുർവാസാവ് മുനി ഇവരെല്ലാവരും കൂടെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട്. നല്ല കാര്യങ്ങളും വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരികെ ദുർവാസാവ് മുനി തിരികെ പോകുന്ന സമയത്ത് ആരാണ് ഈ ശകുനിയും ദുര്യോധനനും ദുശാസനനും ചേർന്ന് പറയുകയാണ്, പഞ്ചപാണ്ഡവര് അറിഞ്ഞില്ലേ 12 വർഷം അവർക്ക് വനവാസവും 1 വർഷവും അജ്ഞാതവാസവും ആണ് ശിക്ഷ കൊടുത്തിരിക്കുന്നത്. അവര് വനത്തിനുള്ളിലുണ്ട്. വലിയ വിപുലമായ സദ്യ വനത്തിൽ ഒരുപാട് മുനിമാർക്ക് അവർ ഒരുക്കുന്നുണ്ട്. ആ സദ്യ വളരെ വിപുലമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയ സദ്യ കഴിക്കാനായിട്ട് സാധിക്കും മഹാമുനി. മാത്രമല്ല അക്ഷയപാത്രത്തിൽ ഉണ്ടായ ഭക്ഷണമാണ് അത്. അതിന്റെ ശ്രേഷ്ഠത കൂടുതലാണ്. ഭഗവാൻ സൂര്യനാരായണന്റെ കയ്യിൽ നിന്നുള്ള ഒരു വിശിഷ്ടമായ സമ്മാനമാണ് അക്ഷയപാത്രം. അപ്പൊ അതിലത്തെ ഭക്ഷണത്തിന് വളരെയധികം ശ്രേഷ്ഠത കൂടുതലാണ്. മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്.
ഇത്രയും പറഞ്ഞത് സത്യമാണ്, ഇനി പറഞ്ഞത് വലിയൊരു നുണയാണ് ദുര്യോധനാദികൾ പറയുന്നത്. മാത്രമല്ല ഈ ഒരു ഭക്ഷണം ദ്രൗപദി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ചെല്ലുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ വിപുലമായ രീതിയിൽ തന്നെ ദ്രൗപദിക്ക് നിങ്ങൾക്ക് സദ്യ ഒരുക്കി തരാനായിട്ട് സാധിക്കും എന്ന് ഒരു വലിയ നുണ ആ ഒരു അറ്റത്ത് പിടിപ്പിച്ച് ചേർത്താണ്. കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് ദുര്യോധനാദികൾ ദുർവാസാവ് മുനിയോട് പറയുകയാണ്. അപ്പൊ ഇത് കേൾക്കുന്ന ദുർവാസാവ് മുനിക്ക് അത്രയും വിശിഷ്ടമായ ശ്രേഷ്ഠമായ ഒരു ഭക്ഷണം അവിടെ വനത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കഴിക്കുക തന്നെ വേണം. മാത്രമല്ല പാണ്ഡവരെങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് കാണുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ദുർവാസാവ് മുനി അങ്ങനെ നേരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എങ്ങോട്ട് പോവുകയാണ്? വനത്തില് പഞ്ചപാണ്ഡവരുടെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ അന്നേ ദിവസം പഞ്ചപാണ്ഡവരാവട്ടെ എല്ലാ മുനിമാർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് ദ്രൗപദി ഭക്ഷണം കഴിച്ച് പാത്രമൊക്കെ കഴുകി. അന്നേ ദിവസം ദ്രൗപദി ഭക്ഷണം കഴിച്ച് അക്ഷയപാത്രം കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ കാണുന്നത് ദുർവാസാവും മുനിയും അദ്ദേഹത്തിന് കുറെ ശിഷ്യന്മാരും എല്ലാവരും കൂടെ പഞ്ചപാണ്ഡവരുടെ കുടിലിലേക്ക് വരികയാണ്. അങ്ങനെ ആകെ അവർക്കത് കാണുമ്പോൾ വെപ്രാളായി. കാരണം ദുർവാസാവ് മുനി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ അക്ഷയപാത്രത്തിൽ ഇനി ഭക്ഷണം ഉണ്ടാവില്ല. കാരണം ദ്രൗപദി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഭയങ്കര സങ്കോചപ്പെട്ടിരിക്കുന്ന സമയത്താണ് വേഗം യുധിഷ്ഠിരൻ മുന്നോട്ട് വന്നു. യുധിഷ്ഠിരനാണല്ലോ ഇവരിലൊക്കെ മൂത്ത ആള്. അപ്പോൾ യുധിഷ്ഠിരൻ മുന്നോട്ട് വന്നു. അപ്പോഴാണ് ദുർവാസാവ് മുനി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണമിച്ചു. അപ്പൊ ദുർവാസാവ് മുനി പറയുന്നുണ്ട്, നിങ്ങൾ വനത്തില് ഇത്രയേറെ ശ്രേഷ്ഠമായ ഭക്ഷണം എല്ലാവർക്കും ഒരുക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ കേൾക്കുകയുണ്ടായി. എനിക്കും ഇന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം, അക്ഷയപാത്രം ലഭിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് ഞാൻ അറിഞ്ഞു. അപ്പൊ എനിക്കും ഇന്ന് ഇവിടുത്തെ ഭക്ഷണം കഴിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്, അതിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. പഞ്ചപാണ്ഡവരും ദ്രൗപദിയും ആകെ ഒന്ന് വരണ്ടുപോയി. കാരണം ഇനി അക്ഷയപാത്രത്തില് ഭക്ഷണം ഉണ്ടാവില്ല. കാരണം ദ്രൗപദി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അല്ലെ, അന്നേ ദിവസം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് യുധിഷ്ഠിരൻ പറഞ്ഞത്, ഭക്ഷണം ഒക്കെ നമുക്ക് എല്ലാം റെഡിയാക്കാം, അങ്ങ് പോയി സ്നാനം കഴിഞ്ഞ് കുളിയും തേവാരവും കഴിഞ്ഞ് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശിഷ്യന്മാരെയും ദുർവാസാവ് മുനിയും എല്ലാവരെയും സ്നാനത്തിനായിട്ട് അടുത്തുള്ള നദിക്കരയിലേക്ക് പറഞ്ഞു വിടുകയാണ് യുധിഷ്ഠിരൻ. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കണം. അതായത് പഞ്ചപാണ്ഡവരും ദ്രൗപദിയും കൂടി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കണം, എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആലോചിക്കണം. അപ്പോൾ വേറെ ഒരു വഴിയില്ല, ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലായി ദ്രൗപദി അക്ഷയപാത്രത്തിന്റെ മുന്നിലിരുന്ന് ഭഗവാനെ ശ്രീകൃഷ്ണനെ സ്മരിക്കുകയാണ്, ഇങ്ങനെ വിളിക്കുകയാണ്, ഭഗവാനെ ഇങ്ങനെ ധ്യാനിക്കുകയാണ്, എന്താ ചെയ്യുക, എനിക്കൊരു വഴി പറഞ്ഞു തരൂ. കാരണം ഞാൻ വലിയൊരു പ്രതിസന്ധിയിൽ പെട്ടിരിക്കുകയാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്തേ ആവൂ ഭഗവാനെ, എനിക്കൊരു വഴി പറഞ്ഞു തരൂ, എനിക്ക് വേറെ ആരുമില്ല, എനിക്ക് നീ മാത്രമേ ഉള്ളൂ, നിൻ്റെ അടുത്ത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ എന്നുള്ള രീതിയിൽ ഭഗവാനെ അങ്ങനെ വിളിക്കുകയാണ്. ഭഗവാനാവട്ടെ ദ്വാരകയില് രുക്മിണി സത്യഭാമ സമേത ഇരുന്ന് അവരുടെ ഒരു കഥകളും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷെ ഇത് കേൾക്കുന്നുണ്ട് ഭഗവാൻ. ഇത് കേട്ട ആ നിമിഷം തന്നെ അവിടുന്ന് അപ്രത്യക്ഷമായി അങ്ങനെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. എവിടെയാണ് ഭഗവാൻ എത്തുന്നത്? ദ്രൗപദിയുടെ അടുത്താണ് എത്തുന്നത്. കാരണം ഇത്രയും ഭഗവാനിൽ എല്ലാം വിശ്വസിച്ച് എല്ലാം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെയും ഭഗവാൻ അങ്ങനെ വെറുതെ വിടില്ല. രണ്ട് കൈയും കൊടുത്ത് തന്നെ സഹായിക്കും, ഇരുകൈ നീട്ടി സ്വീകരിക്കും, ഇരുകൈയും കൊടുത്ത് സഹായിക്കുന്ന ആളാണ് ഭഗവാൻ. ആരെ ഉപേക്ഷിച്ചാലും ഭക്തരെ ഉപേക്ഷിക്കില്ല, ഭക്തവത്സലനാണ് ഭഗവാൻ. അപ്പോൾ അങ്ങനെ ദ്രൗപദിയുടെ അടുക്കെത്തി. എന്നിട്ട് ചോദിച്ചു, സഖി എന്താ പ്രശ്നം, എന്താണ് നീ ഇത്രയും പ്രശ്നമായിട്ട് ഇങ്ങനെ എന്താ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്, ഭയങ്കര ആശങ്കയെ തോന്നുന്നല്ലോ നിന്റെ മുഖം കാണുമ്പോൾ എന്ന് പറഞ്ഞു. എല്ലാം അറിയാം ഭഗവാനെ, പക്ഷെ എങ്കിലും ഭക്തൻ പറയണം, ഭക്തൻ്റെ അതായത് നമ്മുടെ ഫീലിങ്സ് നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ വിഷമം, നമ്മുടെ ആശങ്ക ആ വാക്കുകളിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് ഭഗവാനോട് നമ്മൾ അർപ്പിക്കണം, അപ്പോഴേ ഭഗവാൻ എന്തെങ്കിലും ചെയ്യുള്ളൂ. അത് എത്ര വലിയ ഭക്തനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ദ്രൗപദി ഇങ്ങനെ പറഞ്ഞു, എന്താ പറയുന്നത്, ഇങ്ങനെ ദുർവാസാവ് മുനി വരുന്നുണ്ട്, അപ്പം ഞാനും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, അക്ഷയപാത്രം ആണെങ്കിൽ കഴുകി എടുത്തു വെച്ചു, ഇനി എന്താ ചെയ്യുക, ഭക്ഷണം കൊടുക്കാനില്ല എന്നുള്ള രീതിയിൽ വളരെയധികം വിഷമപ്പെട്ട് ഭഗവാനോട് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ എന്താണ് പറയുന്നത്, ഞാനും ഇപ്പം വിശന്നിട്ടാണ് സഖി വരുന്നത്, എന്തെങ്കിലും എനിക്കും ഭക്ഷണം താ കൃഷ്ണേ എന്ന് ഭഗവാൻ ഭയങ്കര എന്താ പറയുക ഒരു ചിൽ മോഡിൽ നിന്ന്
എന്നിട്ട് ദ്രൗപദിയോട് പറയുന്നുണ്ട്. അപ്പൊ ദ്രൗപദി പറഞ്ഞു, എന്താ ഭഗവാനെ ഇങ്ങനെ പറയുന്നത്? ഞാൻ എൻ്റെ സങ്കടമല്ലേ നിന്നിൽ അർപ്പിച്ചത്, അപ്പൊ നീ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ നിസ്സഹായാവസ്ഥയിലാക്കല്ലേ നീ എന്നെ എന്നുള്ളൊരു അവസ്ഥയിൽ ദ്രൗപദിയും പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ പേടിക്കണ്ട, അക്ഷയപാത്രം എടുത്തിട്ട് വരൂ, എന്തെങ്കിലും ഒരു അവശിഷ്ടം അതിൽ ഉണ്ടാവാതിരിക്കില്ല, നീ എടുത്തിട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പൊ ദ്രൗപദി പറഞ്ഞു, ഇല്ല, ഞാൻ അത് കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിരിക്കുകയാണ്, അതിലൊന്നുമില്ല, ഇനി ഭക്ഷണവും വരില്ല എന്ന് ദ്രൗപദി പറഞ്ഞു. പക്ഷെ ഭഗവാൻ പറഞ്ഞു, ഞാൻ പറയുന്നത് നീ കേൾക്കൂ, അക്ഷയപാത്രം എടുത്തിട്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ പറഞ്ഞത് കേട്ട് ദ്രൗപദി അക്ഷയപാത്രവുമായിട്ട് ഭഗവാന്റെ മുന്നിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ അറ്റത്ത് ഒരു ചെറിയ അരിമണി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഭഗവാൻ അതെടുത്തു കഴിച്ചു. വലിയൊരു ഏമ്പക്കം വിട്ടു. അപ്പൊ ഭഗവാൻ ഇവിടെ ഏമ്പക്കം വിട്ട് കഴിയുന്ന സമയത്താണ് അവിടെ ഇപ്പൊ യുധിഷ്ഠിരൻ പറയുന്നുണ്ടാവും, ഇനിയിപ്പോ ആരാണ് ദുർവാസാവ് മുനി വരും, സഹദേവ ഒന്ന് പോയി നോക്കൂ, അദ്ദേഹം വരാറായോ ഒന്ന് നോക്കൂ, സ്നാനം ചെയ്യുന്ന നദിക്കരയിൽ പോയി അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ കാരണം ദുർവാസാവ് മുനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി, ഭയങ്കരമായിട്ട് ദേഷ്യമുള്ള മുനിയാണ് ദുർവാസാവ് മുനി. അപ്പോൾ ഭഗവാനാവട്ടെ ഇതാണെങ്കിൽ ഒരു അരിമണി ഭക്ഷിച്ചിട്ട് ഏമ്പക്കം വിട്ടിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതേ സമയം ദുർവാസാവ് മുനിയും ശിഷ്യന്മാരും സ്നാനമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ അതാ വലിയ ഏമ്പക്കം അവിടെയും വരുന്നു. ദുർവാസാവ് മുനിക്കും വലിയൊരു ഏമ്പക്കം വരികയാണ്. ശിഷ്യന്മാരും ഒരേ സമയം ഏമ്പക്കം വിട്ടു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടാവുകയാണ്. അതായത് അങ്ങോട്ടൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ദുർവാസാവ് മുനി ചോദിച്ചു ശിഷ്യന്മാരോട്, എന്തോ ഒരു വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞ പോലെ ഉണ്ട് അല്ലേ, നമുക്കിനി ഒന്നും കഴിക്കാനായിട്ട് സാധിക്കില്ലാത്തൊരു അവസ്ഥയാണ്. അവിടെ ആവട്ടെ പഞ്ചപാണ്ഡവരും ദ്രൗപദിയും വലിയ സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ടാവും. ഇനി നമ്മൾ പോയിട്ട് നമ്മളത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെ അപമാനിക്കുന്നത് പോലെ ആവില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്നും പറയാതെ നമുക്ക് ഇവിടുന്ന് പോവാം, വേറെ ഒരു സ്ഥലത്തേക്ക് പോവാം, നമുക്ക് അവരുടെ ഇതിലേക്ക് പോവണ്ട, അതായത് അവരുടെ ഒരു കുടിലിലേക്ക് അല്ലെങ്കിൽ അവരുടെ വനത്തിൽ അവരിയ്ക്കുന്ന സ്ഥലത്തേക്ക് പോവാതെ നമുക്ക് ഇവിടുന്ന് തന്നെ പലായനം ചെയ്യാം എന്ന് പറഞ്ഞ് ആരാണ് എന്താ പറയുക ദുർവാസാവ് മുനിയും ശിഷ്യന്മാരും എല്ലാവരും ചേർന്ന് അവിടുന്ന് അങ്ങനെ പലായനം ചെയ്തു. ഇതേ സമയം സഹദേവൻ ഇവിടെ എത്തുമ്പോൾ സ്നാനം ചെയ്ത സ്ഥലത്ത് ആരെയും തന്നെ കാണാനില്ല. അപ്പോൾ എല്ലാവരും ആരെയും കാണാനില്ല. അപ്പോൾ സഹദേവൻ തിരികെ കുടിലെത്തിയിട്ട് പറഞ്ഞു, ദുർവാസാവ് മുനിയും ശിഷ്യന്മാരെയും ഒന്നും കാണാനില്ല, ഞാൻ വരുന്ന വഴി മുഴുവൻ തെരഞ്ഞു, അവിടെ ഒന്നും അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ ദ്രൗപദിക്ക് മനസ്സിലായി ഭഗവാന്റെ ഒരു കരം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഭഗവാനെ സാഷ്ടാംഗം വീണ് അനുഗ്രഹം വാങ്ങാണ്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറയുകയാണ്, എന്താ പറയുന്നത്, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നിൽ അഭയം പ്രാപിക്കൂ, എന്നിലെ നീ എല്ലാം സമർപ്പിക്കൂ, സറണ്ടർ ചെയ്യൂ, എന്നിലെല്ലാം നീ സറണ്ടർ ചെയ്യൂ, ആ ഒരു സമയത്ത് ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അന്നേ ദിവസം എന്ന് പറയുന്നത് അക്ഷയ തൃതീയ ദിവസമായിരുന്നു. ആ ഒരു ദിവസമാണ് ഭഗവാൻ ആ ഒരു അരിമണിയാണ് ദ്രൗപദി ദാനമായിട്ട് കൊടുത്തത്. അപ്പൊ അത്രയും വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് ദ്രൗപദിയെ രക്ഷിക്കുകയും ചെയ്തു. മാത്രമല്ല വലിയൊരു കുരുക്ഷേത്ര യുദ്ധത്തിൽ അവരുടെ കൂടെ തന്നെ നിന്ന് അവർക്ക് എന്തെല്ലാമാണോ നഷ്ടപ്പെട്ടത് അതൊക്കെ തിരികെ നേടി കൊടുക്കുകയും ഭഗവാൻ ചെയ്തു. മറ്റൊരു കഥയും കൂടെ അക്ഷയ തൃതീയയെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. പാഞ്ചാല ദേശത്തെ രാജാവായിരുന്നു പുരുഷായ എന്ന പേരുള്ള ഒരു രാജാവ്. അദ്ദേഹം രാജ്യമൊക്കെ നഷ്ടപ്പെട്ട് യുദ്ധത്തിലൊക്കെ തോറ്റ് വളരെ ദയനീയമായ അവസ്ഥയിൽ കാട്ടിലെ മുനിമാരുടെ കൂടെ വന്ന് ജീവിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു വിഷമം മുനിമാരോട് എല്ലാവരോടും പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാനായിട്ട് കാരണം, ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഈ മുനിമാര് പറഞ്ഞു, അത് നിന്റെ പൂർവ്വജന്മത്തിലെ കർമ്മഫലമാണ് എന്ന്. പൂർവ്വജന്മത്തിൽ നീ ഒരു വളരെ ദുഷ്ടനായ ഒരു വേടനായിരുന്നു, ദുഷ്കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു നീ. അതുകൊണ്ടാണ് നിനക്ക് ഈ ഒരു ജന്മത്തിൽ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നത് എന്ന്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഇത്രയും ദുഷ്ടനായ ഒരു വേടനായിരുന്നിട്ട് പോലും എനിക്ക് എന്തുകൊണ്ടാണ് ഈ ജന്മം രാജാവാൻ സാധിച്ചത് എന്ന്. അപ്പൊ ഈ മുനിമാര് പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ നീ ഒരു സൽക്കർമ്മം, ഒരേ ഒരു പ്രാവശ്യം ഒരു സൽക്കർമ്മം ചെയ്തിട്ടുണ്ട്. അതായത് വൈശാഖ മാസത്തിലെ അക്ഷയ തൃതീയ ദിവസം നീ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന് ജലദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മാഹാത്മ്യം കൊണ്ടാണ് നീ ഈ ജന്മം രാജാവായിട്ട് ജനിക്കാനായിട്ട്, രാജാവായി ജീവിക്കാനായിട്ട് കാരണം ഉണ്ടായത്. പക്ഷെ നിന്റെ ദുഷ്കർമ്മത്തിന്റെ ഫലം കൊണ്ടാണ് നിനക്ക് അവിടെ സ്ഥാനചലനം ഉണ്ടായി, നിനക്ക് ഒരു നല്ല രീതിയിൽ നിന്റെ രാജ്യം ഭരിക്കാനായിട്ട് സാധിക്കാത്തത് എന്ന് അതിലൊരു മുനിമാരുടെ ഒരാള് പറഞ്ഞു.
അപ്പൊ ഇത് കേൾക്കുന്ന പുരുഷായ രാജാവ് ചോദിച്ചു, ഇനി എനിക്ക് തിരിച്ച് എന്റെ രാജ്യവും എന്റെ പണ്ടത്തെ അവസ്ഥ എനിക്ക് വീണ്ടെടുക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പൊ ഇത് കേൾക്കുന്ന മുനിമാര് പറഞ്ഞു, ഭഗവാനെ ഭജിക്കുക, അതായത് വൈശാഖ മാസത്തിലെ വ്രതം അനുഷ്ഠിക്കുക, ഭഗവാനെ ഭജിക്കുക, മാത്രമല്ല അക്ഷയ തൃതീയ നാളില് ദാനകർമാദികളിൽ ഏർപ്പെടുക. ഈ വൈശാഖ മാസം മുഴുവൻ ദാനം ചെയ്യണം എന്നതാണ് പറയുന്നത്. പക്ഷെ അക്ഷയ തൃതീയ നാളിൽ ദാനം ചെയ്യുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ നീ ഏർപ്പെടുക, നിന്റെ പൂർവ്വ ജന്മത്തിലെ പാപങ്ങളെല്ലാം മാറുകയും ചെയ്യും. മാത്രമല്ല നീ രാജാവായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നോ അതിൽ നല്ല രീതിയിൽ നിനക്ക് രാജ്യമൊക്കെ ലഭിച്ച് നിനക്ക് നല്ല രീതിയിൽ ഭരിക്കാനായിട്ട് സാധിക്കുമെന്ന് അതിലെ ഒരു മുനി പുരുഷായ രാജാവിനോട് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്ന പുരുഷായ മഹാരാജാവ് രാജാവല്ല, അദ്ദേഹത്തിന് രാജ്യമൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ രാജാവ് എല്ലാ നല്ല രീതിയിൽ തന്നെ അക്ഷയ തൃതീയ ദിവസം ദാനധർമാദികൾ ചെയ്യുകയും മാത്രമല്ല വൈശാഖ മാസം മുഴുവൻ അദ്ദേഹം വ്രതമെടുക്കുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ രാജ്യവും എല്ലാം അദ്ദേഹത്തിന് തിരിച്ചു ലഭിക്കുകയുണ്ടായി. തുടർന്ന് സമ്പൽ സമൃദ്ധിയോടുകൂടി അദ്ദേഹത്തിന്റെ രാജ്യം ഭരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ രാജ്യത്തിലുള്ള എല്ലാ പ്രജകളോടും അദ്ദേഹം ഈ ഒരു വൈശാഖ മാസത്തിന്റെ പ്രാധാന്യം മാത്രമല്ല അക്ഷയ തൃതീയ ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം പ്രചരിപ്പിച്ചു. മാത്രമല്ല ആ ഒരു രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും ഈ ഒരു വ്രതവും കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ തുടങ്ങി, ദാനധർമ്മങ്ങളിൽ ഏർപ്പെടാനും തുടങ്ങി. അങ്ങനെ സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരു രാജ്യമായി പാഞ്ചാലം മാറുകയെന്ന് ചെയ്തു. 2025 അക്ഷയ തൃതീയ വരുന്നത് ഏപ്രിൽ 30-ാം തീയതി, അതായത് നാളെയാണ് അക്ഷയ തൃതീയ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു അക്ഷയ തൃതീയ നേരുന്നു. ദാനകർമ്മങ്ങളിൽ ഏർപ്പെടുക, നല്ല സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുക, എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്ന് നമ്മുടെ വീഡിയോസ് കാണാനും നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ നല്ല രീതിയിൽ കഥകൾ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വലിയൊരു അക്ഷയ തൃതീയ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.